കെട്ടുന്ന എന്തിനാണ് വിചാരിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഗിനിയ കൊണാർക്കയിലാണ്. കൊണാർക്കി എന്ന് പറയുന്ന ക്യാപിറ്റൽ നഗരത്തിലാണ്. ഒരു ബീച്ചിലോട്ട് വന്നതാണ് കേട്ടോ. ഒരു പ്രൈവറ്റ് ബീച്ച് എൻട്രിയിൽ പൈസ കൊടുത്ത് കയറുവാണ്. ഞാനൊരു മലയാളിയിലൂടെയാണ് വന്നത്. പുള്ളിക്കാരൻ്റെ ഞാൻ കയറാൻ വേണ്ടി പോവാണ്. ഓ, ഇവിടെ ശബ്ദവും പാട്ടും ബീച്ചും. ഈ കാണുന്നത് ഒരു ബീച്ച്. അവര് എന്താ പറയാ, ഫുള്ള് ആക്സസ് ചെയ്തിട്ട് ആളുകളെ എൻട്രി ഫീസ് വെച്ച് അകത്തോട്ട് കയറ്റുന്ന പരിപാടിയാണ്. നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനാണ് കേട്ടോ കാണുന്നത്. നമുക്കിവിടെ നിന്ന് നേരെ പോയാൽ നമ്മുടെ സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലോട്ട് എത്തും. ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു മിനി റെസ്റ്റോറൻറ്റ് പോലെയൊക്കെയുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് ആസ്വദിക്കാനും. നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇതാണ് ബാബുക്ക അല്ലേ? ബാബുക്ക എന്നല്ലേ എല്ലാവരും വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഇവരുടെ എനിക്ക് പുള്ളിയുടെ നമ്പർ വേറൊരു മലയാളി തന്നായിരുന്നു. അങ്ങനെ ഞാൻ അയ്യോ ടയേർഡായി ഊപ്പാട് വന്ന് ഞാൻ കുറച്ച് സൗണ്ടൊക്കെ പോയി തോന്നുന്നു. ഇന്ന് രാവിലെ ഇവിടെ എത്തി. അവരുടെ കൂടെ ഞാൻ സ്റ്റേ ചെയ്ത് വേറൊരു മലയാളിയും ഉണ്ട് കേട്ടോ, പുള്ളിയും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് കാഴ്ചകൾ ഇറങ്ങാൻ വേണ്ടി വന്നതാണ്. രാവിലെ വന്നിട്ട് ഞാനിന്ന് ഐവറി കോസ്റ്റിൻ്റെ എംബസിയിൽ പോയി. രാവിലെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വൈകിട്ടായപ്പം വിസ കിട്ടി. ലൈബീരിയയിൽ പോയ സമയത്ത് ഒരു ബൈക്ക് ടാക്സി എടുത്ത് പോയി. പിന്നെ ഒരു ഗുലുമാലുണ്ടായി. ഇവിടെ ട്രാഫിക് ഒന്നും ഒരുത്തന്മാര് ഫോളോ ചെയ്യില്ല. ഇപ്പം ഗാംബിയയിലാണെങ്കിലോ അല്ലെങ്കിൽ സെനഗലിലൊക്കെ ആണെങ്കിലോ അവര് ഈ റൂൾസ് പാലിക്കും കേട്ടോ. ഈവൻ ഗിനിയ ബിസാവുലോലും ഹെൽമെറ്റിന്റെ കാര്യത്തിലൊക്കെ കുറെ അധികമൊക്കെ ആൾക്കാർ നോക്കും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ആ ഒരു സെറ്റപ്പ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. അങ്ങനെ ഏതൊക്കെ വഴിയിലൂടെയൊക്കെ പോയി ഉദാമിൽ റോങ് വേയിലൊക്കെയാണ് പുള്ളി കയറിപ്പോയത്. ലാസ്റ്റ് അവസാനം ഗുലാമായതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ മൂടൊക്കെ പോയി. ഭയങ്കര ഒരു വിഷമമായി. പിന്നെ ഞാൻ ലാസ്റ്റ് തിരിച്ച് വീട്ടിൽ ഒന്ന് ഫ്രഷായി വീണ്ടും പുറത്തിറങ്ങി. നല്ല ഫ്രഷൊന്നും ആയില്ല കേട്ടോ. ഒന്ന് മേലെ അഴിച്ച് കുളിച്ചു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഇനി നാളെ എനിക്ക് ലൈബീരിയ എംബസി പോകണം, പിന്നെ നൈജീരിയ എംബസി പോകണം. ബ്രോ എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? സുഖമായിട്ട് പോകുന്നു. ഇവിടെ എന്താ പരിപാടി? ഇവിടെ ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകണം. ഗിനിയയുടെ എക്സ്പീരിയൻസ് നോട്ടെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് പറയാം. കാരണം ബ്രോ പറഞ്ഞ ഗിനിയക്കാരെല്ലാം അടിപൊളിയാണ്, നല്ലവരാണെന്ന്. അപ്പം അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കുറച്ച് ദിവസം കൂടെ കഴിയണം. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും കൺട്രി കഴിഞ്ഞു വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര വലിയ ഇമ്പ്രസ്ഡ് അല്ല ഗിനിയൻസ്. ആക്ച്വലി കുഴപ്പമില്ല, ഞാൻ നല്ല ആൾക്കാരെയൊക്കെ കണ്ടു. പോകുമ്പോ മനസ്സിലായില്ലേ? അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അത് പറയാം. എത്ര ആളായി ഇവിടെ? ഞാൻ ശരിക്കും പറഞ്ഞ 1.5 വർഷത്തിന് മുകളിലായി. 1.5 വർഷമായി. എങ്ങനെയുണ്ട് ഗിനിയ? അടിപൊളിയല്ലേ? ഭാഷയൊക്കെ പഠിച്ചോ? നമ്മുടെ നാട്ടിലൊരു കൊച്ചു കേരളം. നമ്മുടെ കൊച്ചു കേരളം ഒന്നാട്ടോ. കുറച്ച് അറിയാം. ഫ്രഞ്ചാണ് ഇവിടുത്തെ ലാംഗ്വേജ്. പിന്നെ ഇവിടെ ലോക്കൽ ലാംഗ്വേജ് ഉണ്ട്. സുസു. നാട്ടിലെവിടെയാ? നാട്ടിൽ മലപ്പുറം പെരിന്തൽമണ്ണ. മലപ്പുറം പെരിന്തൽമണ്ണയാണ്. പെരിന്തൽമണ്ണയെന്നൊക്കെ ധാരാളം വ്യൂവേഴ്സ് നമ്മുടെ വീഡിയോ കാണാറുണ്ട്. അപ്പൊ എന്തായാലും ഒരു 10 പേരെങ്കിലും അയൽവാസികളെങ്കിലും മെസ്സേജ് അയക്കും, ഉറപ്പാ. അതിന്റെ വാക്ക. അപ്പൊ നമ്മളിങ്ങനെ നടക്കുവാണ്. എനിക്കൊന്ന് കോഫി ഇടിക്കണം. വല്ലോ നെസ്കഫയോ വല്ലോ കുടിച്ചിട്ട് ഒന്ന് മൈൻഡ് ഒന്ന് എനർജി കിട്ടാൻ വേണ്ടിയാ. നമ്മളിവിടെ ഒരു ചെറിയൊരു ചായക്കടയിൽ വന്നിട്ട് അത്തായ കുടിക്കുവാണ്. അത്തായ എന്ന് പറയുന്നത് ഇവരുടെ സാധാരണ ഒരു കട്ടൻ ചായ കേട്ടോ. ഒരു കടുപ്പമുള്ള അല്ലേ, ഒരു കടുപ്പമുള്ള ഒരു കട്ടൻ ചായയാണ്. നമ്മൾ ചിലപ്പോൾ ഒരു ടോണിക്കിന്റെ ടേസ്റ്റ് ഒക്കെ വരും. എസ്പെഷ്യലി ഞാൻ സ്പ്രൈറ്റ് കുടിക്കുന്നുണ്ട്. ബ്രോ എനിക്ക് വേണ്ടി കുടിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഞാനിത് ഓൾറെഡി കുടിച്ചിട്ടുണ്ട്. ഇവിടെ റോഡിന്റെ നടുക്കൊക്കെയാണ് ഇവര് ഫുട്ബോൾ കളിക്കുന്നത്. ഇവിടെ നമ്മൾ ചെറിയൊരു കോഫി ഷോപ്പ്, ഒരു ക്ലബിലോട്ട് വന്ന ക്ലബല്ല കേട്ടോ, ഒരു ചെറിയൊരു ഔട്ട്ഡോർ ബീച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു ഇതാണ് കേട്ടോ. മദ്യവും ബിയറും പിന്നെ ജ്യൂസും എല്ലാം വിൽക്കുന്ന കടകളാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്താൽ വെച്ചിരിക്കുന്നതാണോ. ഞാനിവിടെ വഴിയരികിൽ വളരെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഇവരുടെ ഒരു സ്ട്രീറ്റ് ഫുഡ് കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നമ്മുടെ ചിക്കനാണ് കേട്ടോ അവർ കട്ട് ചെയ്യുന്നത്. ഇവിടെ വേണ്ട അവർ കത്തിച്ച് ഇവിടെ ഗ്രില്ലിയാണ്. മാസമായിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു. അത്രയ്ക്കാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമ്മുടെ ചിക്കൻ കട്ടിയാണ്. സബേ ഇവിടെ വെട്ടുന്നു. അതിൻ്റെ അടുത്ത് ഒരാൾ ഇവിടെ നിന്ന് ഫുള്ള് ഗ്രില്ല് ചെയ്യുക. ഇവിടെ വലിയ പീസുകളിലായിട്ട് പലതരത്തിലുള്ള പീസുകളിലായിട്ട് എന്നിട്ട് പാക്ക് ചെയ്യുവാണ് കേട്ടോ.
ഇവിടെ നമ്മുടെ ചിക്കനില് നമ്മുടെ മയണൈസും എന്തോ ഒരു സാധനവും ചെറിയൊരു ചട്നിയൊക്കെ ഇട്ടുള്ള ഒരു സംഭവമാണ്. ഉള്ളിയും അതൊരു പാക്ക് ചെയ്യുവാണ്. ഒരു മസ്റ്റാർഡ് സോസ് ഒക്കെയാണ് കേട്ടോ. ഇതാണ് കേട്ടോ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കിഴിയായിട്ട് അവര് കസ്റ്റമേഴ്സിന് കൊടുക്കും. മുതലാളി എന്തുണ്ട് വിശേഷം? റിക്ലോസ്. What's your name? My name is Madi Kamara. Madi Kamara. മാജിന്റെ ഷോപ്പാണ്. ഫ്രം ഗിനി. നൈസ് ടു മീറ്റ് യു. Thank you. അവന്റെ ആണ് കേട്ടോ. അവന്റെ ആരുടെ കടയാണ്. അവന്റെ കട തന്നെ അല്ലേ? ആണേ. എന്റെ അമ്മ ലൈവായിട്ട് വെട്ടുന്നുണ്ടോ? ചിക്കനൊക്കെ ഫ്രോസൺ ചിക്കനാണ്. ഫ്രോസൺ ചിക്കൻ ഇങ്ങനെ വെട്ടി വേറെ ലെവല് കേട്ടോ ഇത്. ഒന്നൊന്നര സ്ട്രീറ്റ് ഫുഡ്. ഇവിടെ നമ്മൾ വീട്ടിന്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കറണ്ട് റീചാർജ് ചെയ്യുന്ന പരിപാടിയാണ്. ഇവരുടെ ഓൺലൈനിലല്ലേ, ഇവരുടെ ഓൺലൈൻ സിസ്റ്റത്തിൽ കയറിയിട്ട് നമുക്ക് കറണ്ട് റീചാർജ് ചെയ്യാം. എത്ര രൂപയ്ക്കാണ് ചെയ്യുന്നത്? ഇത് 1000 രൂപയ്ക്ക്. 1000 രൂപയ്ക്ക് ചെയ്താൽ എത്ര ദിവസം നിൽക്കും? 3 ദിവസമൊക്കെ കിട്ടും. 1000 ഇന്ത്യൻ രൂപയാണ് കേട്ടോ. 1000 ഇന്ത്യൻ രൂപയ്ക്ക് ചെയ്താൽ ഒരു 3 ദിവസം കിട്ടും. ഞാൻ ചോദിച്ചതിന്റെ കാരണം ഞാൻ ഇന്ന് ബ്രോ രാവിലെ ചെയ്യുന്നത്. രാവിലെ എത്ര രൂപയ്ക്ക് ചെയ്തത്? രാവിലെ ചെറിയ പൈസ ഒക്കെ ചെയ്ത്. ഓറഞ്ച് മണി ഉണ്ടായിരുന്നില്ല, ആകെ 25 രൂപ. നാട്ടിൽ 250 രൂപ. നാട്ടിലെ 250 രൂപയ്ക്ക് ചെയ്തപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറണ്ട് കിട്ടി കേട്ടോ. കറണ്ടിന് എന്ത് വിലയല്ലേ? 250 രൂപയ്ക്ക് രാവിലെ 6 മണിക്ക് ചെയ്യുന്ന കണ്ടാ തന്നെ. അപ്പൊ വൈകിട്ട് ഒരു 1000 രൂപയ്ക്ക് ചെയ്താൽ 3 ദിവസം. എന്റെ അമ്മ കറണ്ടിന്റെ വില ഗിനിയില്. കഴിഞ്ഞ ദിവസം അവസാനിച്ചു. ഇന്ന് രാവിലെ ഞാൻ കുറച്ച് ഫ്രഷായി. ഞാനിപ്പോൾ എംബസിയിലോട്ട് പോവാണ്. ലൈബീരിയൻ എംബസിയിലോട്ടാണ്. ഞാൻ വല്ല ഷെയർ ടാക്സി നോക്കുവാണ്. ബൈക്ക് ടാക്സിക്ക് കൂടുതൽ പൈസ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഷെയർ ടാക്സി വല്ലതും കിട്ടിയിട്ട് നമ്മുടെ ലൈബീരിയൻ എംബസി പോയിട്ട് വിസയ്ക്ക് പോകണം. ഞാനങ്ങനെ ഒരു ഷെയർ ടാക്സിയിൽ കയറി കുത്തി നിറച്ച് കയറ്റുവാണ് കേട്ടോ. അവര് 1, 2, 3, 4, 5, 6, 7 പേരെയാണ് കയറ്റി വെച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു ഓട്ടോയൊക്കെ എടുത്ത് ഞാൻ അവസാനം ഇവിടെ ലൈബീരിയ എംബസിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഏതൊരു റെസിഡൻഷ്യൽ ഒരു കാട്ട ഏരിയയിലാണ്. ഈ കാണുന്നതാണ് നമ്മുടെ എംബസിയുടെ വഴി. എംബസിയിൽ നിന്നാണല്ലോ വെള്ളം വരുന്നത്. കുറച്ചുപോലെ കോമഡി ആയിരുന്നു കേട്ടോ. അതായത് $150 ഇന്ന് തന്നെ വിസ കിട്ടണമെങ്കിൽ കൊടുക്കേണ്ടത്. ഇന്ത്യൻ പാസ്പോർട്ടിനും യൂറോപ്യൻ പാസ്പോർട്ട്, അമേരിക്കൻ പാസ്പോർട്ടിനും മാത്രം $180. അപ്പം $100 ആണ് നമ്മുടെ ഫീസ്. പക്ഷേ ഇന്ന് കിട്ടണമെങ്കിൽ 150 എക്സ്പ്രസ് ചാർജ് എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പോൾ ലാലവിടെ പോയിട്ട് പയ്യെ അഭിനയിച്ചു. അയ്യോ, ഞാൻ മൗറിട്ടാലിയിൽ നിന്നൊരു ട്രാവലറിനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു $100 ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഇന്ന് 5-ാം തീയതിയാണ്. ഞാൻ ആക്ച്വലി ആപ്ലിക്കേഷൻ ഞാൻ അതിൽ എഴുതി വെച്ചത് ഞാൻ ആ രാജ്യത്ത് കയറാൻ വേണ്ടി പോകുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പം $100 കൊടുത്താൽ 3 ദിവസം കഴിഞ്ഞേ എനിക്ക് വിസ കിട്ടും. അപ്പം അതിന് മുന്നേ ഞാൻ രാജ്യത്ത് കയറണമെന്ന് പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു $50. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഡോളർ ഇല്ല, എൻ്റെ അടുത്ത് ലോക്കൽ ക്യാഷ് ആകെ 300 രൂപയേ ഉള്ളൂ, അത് വേണമെങ്കിൽ തന്നാൽ മതിയോ? ഞാൻ കാരണം ഈ വിസ കിട്ടിയിട്ട് ഉടനെ പോവാണ്. പിന്നെ പുള്ളിക്കാരെ കുറച്ച് ഫ്രസ്ട്രേഷനൊക്കെ കാണിച്ചു. ഞാനൊരു പാവം ഡമ്പിനെ പോലെ ഇങ്ങനെ ഇരുന്നു. അയ്യോ, എനിക്ക് ഇനി എന്ത് ചെയ്യണം അറിഞ്ഞൂടാന്നൊക്കെ പറഞ്ഞിരുന്നു. ലാസ്റ്റ് പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ നീ പോയിട്ട് 1 മണിക്ക് വരാൻ. ഞാൻ പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ. ഇല്ല, നീ മര്യാദയ്ക്ക് പോയിട്ട് 1 മണിക്ക് വരാൻ. അങ്ങനെ ഞാൻ എൻ്റെ മിഷൻ വിജയിച്ചു. വെറും $100 $150 വിസ കിട്ടി. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ ചില സമയത്ത് നിങ്ങളെ പൈസ ലാഭിക്കാം. ഇങ്ങനെ കുറച്ച് മണ്ടന്മാരൊക്കെ ആയിട്ട് അഭിനയിച്ചാൽ മതി. എന്തൊരാശ്വാസം, എന്തൊരു സന്തോഷം. ഞാൻ ആ പുള്ളിക്കാരൻ്റെ കോൺസുലറിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. പുള്ളിക്കാരനെ മണ്ടനാക്കി എങ്ങനെയെങ്കിലും കിട്ടി. അപ്പോൾ 1 മണിക്ക് കിട്ടുമെന്ന് നോക്കാം. 1 മണിക്ക് കിട്ടുമോ നോക്കട്ടെ. ഞാൻ തിരിച്ചു പോകണം. ഫൈനലി എനിക്ക് എൻ്റെ വിസ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ $100 1 മണിക്ക് തിരിച്ചു പോയിട്ട് ഞാൻ വിസ വാങ്ങിച്ചു. ഇതിനിടയിൽ ഒരു കോഫി ഷോപ്പിൽ കുറച്ച് വില കൂടിയ ഒരു കോഫിയൊക്കെ കുടിച്ചോണ്ടിരുന്നു. വേറെ ഒരു കടയിലായിരുന്നു കേട്ടോ വൈഫൈ ഒക്കെ ഉപയോഗിക്കാൻ. ഞാൻ ഈ ഓട്ടോയിലാണ്, നമ്മുടെ ഇന്ത്യൻ ഓട്ടോയാണ് കണ്ടില്ലേ. ഇവിടെ ഫുൾ ഓട്ടോകളാണ്. ഞാനപ്പോൾ ഗിനിയ കൊണാർക്കിയിലെ മറ്റൊരു ദിവസമാണ്. ഇന്ന് ഞാനിങ്ങനെ റോഡിലൂടെ ഇങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ ഞാനും നേരത്തെ വീഡിയോയിൽ കാണിച്ച മലയാളിയും വേറൊരു മലയാളി, ഇത് അനസ് ബ്രോ. വീഡിയോ ക്ലാരിറ്റി ഒന്നുമില്ല. നമ്മളെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് പോലീസുകാർ വന്നിട്ട് പാസ്പോർട്ട് വെച്ച്
എന്റെ പാസ്പോർട്ട് ആണെങ്കിൽ ഞാൻ ഇന്ന് നൈജീരിയ എംബസി കൊടുത്ത് സബ്മിറ്റ് ചെയ്തേ ഉള്ളൂ. പഴയ പാസ്പോർട്ട് കൊടുത്തു, പോലീസായിരുന്നു. ഞാൻ പിന്നീട് കാര്യങ്ങൾ പറയാം. ഇവന്മാര് പൈസ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മളെ പോലീസ് പിടിച്ചു. എന്റെ പാസ്പോർട്ട് എംബസിയിലായി, ബ്രോന്റെ പാസ്പോർട്ടിൽ എന്തോ സീലോ കുന്തയില്ല എന്ന് പറഞ്ഞ് വെറും. എന്നിട്ട് ഇവർ വഴി കാണുന്ന ഈ ചൈനക്കാർ ഇവിടെ ധാരാളമുണ്ട്. ചൈനീസ് റെസ്റ്റോറൻറ്റുകളിൽ ഹോട്ടലിലൊക്കെ കടന്ന് കയറി ഇങ്ങനെ ഇറങ്ങുക. ഇപ്പൊ ഒരു ഓഫീസർ തൊട്ടടുത്തായിട്ടുള്ള അപ്പുറത്തൊരു കടയിൽ പോയിട്ട് വീഡിയോ എടുക്കല്ല, അവര് കണ്ടാ പിന്നെ അത് കലിപ്പാവും. ഇവര് ഒരു സ്ത്രീയൊക്കെ പൊക്കി, 2 കാറുണ്ട്, ഒന്ന് സ്ത്രീയുടെ കാറും ഒന്ന് 2 ചൈനക്കാരന്മാരിപ്പോ ഓടിയപ്പം അവന്മാര് പോയി പിടിച്ചു. കോമഡി കേട്ടോ. ഇവര് പൈസ കിട്ടിയാണ്, എനിക്ക് ഇടി കൊടുക്കാം ഇവന്മാര്. ഇതാണ് കേട്ടോ പ്രശ്നം. അറിയാനോ അവിടെയൊക്കെ എന്തോ പ്രശ്നമായിരിക്കുകയാണ്. ചൈനക്കാരന്മാരെ പിടിച്ച് ചൈനക്കാരന്മാരെ അപ്പോഴൊരു പ്രശ്നം. അവിടെ ആരൊക്കെ വന്ന് സംസാരിക്കുവാണ് നമുക്ക് വേണ്ടിയും മറ്റേ ചൈനക്കാർക്കൊക്കെ വേണ്ടിയല്ലേ, ആരൊക്കെ വന്ന് സംസാരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? എന്റെ ഇതില് നോക്കല്ലേ, ഇവിടെ പോലീസുകാര് കാണുന്ന ആൾക്കാരെല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ കുറെ ഡിസ്കഷനൊക്കെ നടക്കുവാണ്. ചൈനക്കാരൊക്കെ കണ്ടോ? അങ്ങനെ ചൈനക്കാരന്മാര് അവന്മാരെ പൊടിയും പൊക്കി. സോ കഴിഞ്ഞ ദിവസം വളരെ മെസ്സായിരുന്നു. പോലീസ് കൊണ്ടുപോയി ലാസ്റ്റ് കുറേ ചൈനക്കാരെയും അവരെയൊക്കെ വന്ന് പിടിച്ചു. പിന്നെ അവരുടെ ആൾക്കാരൊക്കെ വന്ന് വിസ കാണിച്ചു കൊടുത്തു. ഇവർ പൈസ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമ്മുടെ ബാബുക്ക പുള്ളിയെ ആദ്യമേ പാസ്പോർട്ടിൽ കണ്ടുകൊണ്ട് ഇത് എൻ്റെ പാസ്പോർട്ട് നൈജീരിയ എംബസിയിലായിരുന്നു, അങ്ങനെയൊക്കെ പ്രശ്നമായിരുന്നു. ഇങ്ങനെ അടുത്ത ദിവസമാണ് ഞാനിതാണ്ട് ബീച്ചിൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തുമായിട്ടേക്കാണ്. ഹലോ, how are you? What's up? I'm fine. How are you? You want to say something on my video? Yeah, well, my name is Ebaide. I travel on the bike and I came to Guinea to meet him because we've been knowing each other for a while from Kenya, but we didn't meet. And now we are finally meeting. Yeah, so, finally in Conakry. Yes, Guinea Conakry. നമ്മൾ ആക്ച്വലി അവളെന്ന് പറയുമ്പോൾ I'm traveling from Morocco to Nigeria and she's traveling from Nigeria to Morocco. We are doing opposite. നമ്മൾ കുറച്ച് നാൾക്കാളായിട്ട് അറിയാം. അവള് ആക്ച്വലി റൈഡറാണ് കേട്ടോ, ഞാൻ ഹിച്ചേക്കറാണ്, അവള് റൈഡറാണ്. അപ്പോൾ അവള് ഇവിടെ എത്തി. അവൾ ആക്ച്വലി കൊണാർക്കി വരാനുള്ള പ്ലാനില്ലായിരുന്നു, ഒരു 10-300 കിലോമീറ്റർ നോർത്തിലായിരുന്നു. പിന്നെ ഞാനും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ റൂട്ട് മാറ്റി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മീറ്റ് ചെയ്തു, കുറച്ച് മുമ്പ് മീറ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഹൗസ് യുവർ ജേർണി സോ ഫാർ? വിച്ച് കൺട്രി യു ലൈക്ക് മോസ്റ്റ് ആഫ്റ്റർ നൈജീരിയ? After Nigeria, maybe Sierra Leone. Which country you didn't like? Let's not talk about that. Still. Yeah, well, the country I like after Nigeria is Sierra Leone. I love Sierra Leone Okay. a lot. Yeah, Okay. it's very similar to Nigeria, so you'd like it. സെറലിയോൺ നെക്സ്റ്റ് കൺട്രി ആണ് കേട്ടോ. സെറലിയോൺ എൻ്റെത്. മാലി വിസയൊക്കെ എടുത്തോണ്ട് ഞാൻ മാലി പോകും, ബുർക്കിന പോകും. പിന്നെ നൈജറിന്റെ വിസ കിട്ടുന്നില്ല കേട്ടോ. നൈജർ എങ്ങനെയെങ്കിലും പോകണം. ഇന്നലെ അതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ വന്നു. ഞാനിപ്പോ ഒരു ചൈനീസ് സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ചൈന ചോങ്കോ മെയിലി ഗുഡ് വോഷു ആൻഡ് ചോങ്കോ സബോ ഇംഗ്ലീഷ് നോ. ഞാൻ പറയുന്ന ചൈനീസ് ഭാഷയാണ്. എന്നിട്ടും അവര് വിചാരിക്കുന്നത് ഞാൻ ഇംഗ്ലീഷ് പറയുന്നു എന്നാണ്. എന്റെ ചൈനീസ് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല, അത് ചൈനീസ് ആണെന്ന് പോലും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ആക്ച്വലി നിങ്ങൾക്കറിയാലോ, ഞാൻ ഓൾറെഡി വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ വെസ്റ്റ് ആഫ്രിക്കയിലും ഈസ്റ്റ് ആഫ്രിക്കയിലൊക്കെ ധാരാളം ചൈനീസ് ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്. സ്പെഷ്യലി ഗിനിയ കൊണാക്രിയിൽ ധാരാളം ഇൻവെസ്റ്റ്മെന്റുകൾ ഞാൻ കണ്ടു. റോഡായാലും എന്തായാലും. മാത്രമല്ല ഇവിടെയൊക്കെ ധാരാളം ചൈനക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ സൂപ്പർ മാർക്കറ്റ്, അവരുടെ ഹോട്ടലുകൾ, പിന്നെ അവരുടെ വേറെ എന്താ ഉള്ളത് ബ്രോ? എല്ലാം മൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് മൈനിങ് അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇന്ത്യൻ കമ്പനീസും ചെയ്യുന്നുണ്ട് കേട്ടോ. ഉത്തരേന്ത്യൻ കമ്പനികളൊക്കെ മൈനിങ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അപ്പോൾ പുള്ളിക്കാരി നല്ലൊരു വ്യക്തിയാട്ടോ. ഞാൻ ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തു. How are you bro? Good. Thank you. ഇതാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ ചെറിയൊരു പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട്. റെഡി മൈ ട്രിപ്പ് എന്ന് പറഞ്ഞ ഒരു ഓഫീസാണ് കേട്ടോ. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ നൈജീരിയയുടെ വിസ എടുക്കാൻ വേണ്ടി പോയപ്പോൾ കുറച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത പുള്ളിയാണ്. നല്ലൊരു ഹെൽപ്പ് ചെയ്ത ഒരു പുള്ളിയാണ് കേട്ടോ. രാജസ്ഥാൻകാരനാണ്. അപ്പം നാം ക്യാ ദേവേന്ദ്ര आपका पूरा नाम? देवेंद्र राजवानी. मैं घूमना टाइम है ना, केरला का बाहर ऐसा राजस्थान कोई जगह में जाऊंगा तो पहले मेरा नाम नहीं पूछा, पहले वो पूछेगा आपका जाति कौन सी है. नहीं सच्ची बात है. Yeah, a lot of states. Exactly. A lot of people. तो मैं अभी याद आया.
അപ്പോൾ ഞാൻ നമ്മൾ ഗുരുദ്വാരയിലോട്ട് പോവാണ്. അങ്ങനെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിലൊക്കെ പോയി വൈഫൈക്ക് ഇത്രയും ദിവസം കുറച്ച് ഇടയ്ക്ക് ദിവസങ്ങളിലൊന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല, കാരണം വൈഫൈ പ്രോബ്ലം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ പിന്നീട് പുള്ളിയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ വൈഫൈ അപ്ലോഡ് ചെയ്തു. കുറച്ച് ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ അവരുടെ കൂടെ ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു, ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഗുരുദ്വാരയാണ്. ഗുരുദ്വാര എന്ന് പറയുമ്പോൾ സിഖ് മതം ആരാധിക്കുന്ന ആളുകളുടെ അമ്പലത്തിനെ പറയുന്നതാണ് ഗുരുദ്വാര എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സിഖ് അമ്പലത്തിലോട്ട് നടന്നു പോവുകയാണ്. ഇപ്പോൾ നിൽക്കുന്നത് കൊണാർക്കി. ഇന്ന് ഞായറാഴ്ചയാണ്. ഇത്രയും നേരം കണ്ട വീഡിയോകൾ ഏകദേശം 5 ദിവസത്തെ വീഡിയോ ആണ്. നമ്മുടെ ഗുരുദ്വാരയിൽ പ്രാർത്ഥനയുടെ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെയാണ് കേട്ടോ. നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നമുക്ക് ഒരു കീറ്, ഗുലാബ് ജാമുൻ, ഇവരുടെ സിഖ് ടെമ്പിളിൽ നിന്ന് കിട്ടുന്ന സംഭവം, പൂരി, ചപ്പാത്തിക്ക് വരെ കുബൂസ്, പിന്നെ നമ്മുടെ റൈസ്, സോയാബീന്, ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ ഭക്ഷണം. നല്ല അടിപൊളി ഇന്ത്യൻ ഭക്ഷണം കുറേ നാൾക്ക് ശേഷം കഴിക്കുകയാണ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കുറേ 10-50 ആൾക്കാർ ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മുടെ ഗുലാബ് ജാമുനും നമ്മുടെ സേമിയം പായസം, ആ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയാലും ഇവിടെ ടൗണൊക്കെ ഫുള്ള് കാലിയായിട്ട് കിടക്കുവാണ്. ഫുള്ള് കാലിയാണ് കേട്ടോ. ഞാൻ നേരത്തെ ഇന്നലെ പോയ ചൈനീസ് റെസ്റ്റോറൻറ്റ് ആ കാണുന്നതാണ്. ഒരു 3ാമത്തെ നിലയിലാണ് നമ്മുടെ ഗുരുദ്വാര നിൽക്കുന്നത്. ഇവിടെയാണ് ദാണ്ട് ലങ്കർ കഴിച്ചുകൊണ്ടിരിക്കുക. അവസാനത്തെ ക്ലിപ്പ് എപ്പോഴാണ് എടുത്തതെന്ന് ഓർമ്മയില്ല. ബ്രോനല്ലേ വീഡിയോയിൽ കാണിച്ചില്ല എന്ന് പരാതി വേണ്ട. ബ്രോന്റെ പരാതി ഞാൻ മാറ്റി തരാം. ബ്രോ പറയും. ബ്രോനെ ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു. ഇപ്പൊ കാണിക്കണം. അതൊന്ന് ഓഫ് ചെയ്തേ ബ്രോ. ബ്രോനെ വീഡിയോ കാണിച്ചില്ല എന്ന് പരാതി പറഞ്ഞു. ബ്രോനെ ബാബുക്കായ ഞാൻ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് പറയ്, നിങ്ങൾ പറയും, നിങ്ങൾ സ്വന്തമായിട്ട് പരിചയപ്പെടുത്തേ. പറ. പെട്ടെന്ന് പറയുമ്പോ അറിയില്ല. ഇത് അനസ് ബ്രോ, പുള്ളിക്കാരൻ മലപ്പുറംകാരനാണ്. മലപ്പുറത്തല്ലേ? മലപ്പുറം പെരുന്തമണ്ണക്കാരനാണ്. ഇവരുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് ഞാൻ മിക്കവാറും നാളെ കിടന്ന് വിടും കേട്ടോ. ഇവിടെ നമ്മുടെ ചിക്കൻ പൊരിച്ചത്, ചോറ്, ദാൽക്കറി, ഇതാണ് ഭക്ഷണം. അനസ് ബ്രോ ആണ് കേട്ടോ കുക്ക്. താങ്ക് യു സോ മച്ച്. വേറെ നിങ്ങൾ പറയാനുണ്ടോ? ഉറപ്പല്ലേ? പോകുമ്പോ നമുക്ക് വണ്ടിന്ന് പറയാം ബാക്കി. ലാസ്റ്റ് ഇതിൻ്റെ ഇടയിൽ ഞാൻ നൈജീരിയ വിസ എടുക്കാൻ വേണ്ടി പോയി. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ഡേറ്റിംഗ് എന്നല്ല, ലോക്കലിൻ്റെ വീട്ടിൽ പോയിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ പിന്നെ അങ്ങനെ അധികം വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. സിറ്റിയൊന്നും അധികം കറങ്ങില്ല കേട്ടോ. ഞാൻ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റൊക്കെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഇവിടുത്തെ കത്തോലിക്കൻ ചർച്ചിലൊക്കെ ഒന്ന് ഞായറാഴ്ച പോകണമെന്നിരുന്നതാണ്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്, ഒരു വലിയൊരു പള്ളിയുണ്ട്, അത് പോകണമെന്നിരുന്നതാണ്. അതൊന്നും നടന്നില്ല. ഞാൻ ചിലപ്പോൾ നാളെ പോകാനുള്ള പ്ലാൻ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല. ഞാൻ ചിലപ്പോൾ നാളെ സെറലിയോൺ എന്ന് പറയുന്ന രാജ്യത്തോട്ട് പോവുമായിരിക്കും. ശരി, ബൈ ബൈ. അടുത്ത ദിവസം രാവിലെ ഞാൻ ഇന്ന് മനസ്സോടെയാണ് ഞാൻ ആക്ച്വലി ഈ ഒരു സ്ഥലത്തെ വിടുന്നത്. ഞാനിപ്പോൾ കൊണാക്രി വിടാൻ വേണ്ടി പോവാണ്. ഇന്ന് പോകണമെന്ന് ഞാൻ കുറേ പ്രാവശ്യം ആലോചിച്ചു. പിന്നെ ലാസ്റ്റ് പോകാമെന്ന് വിചാരിച്ചു. ടൈമില്ല ഇന്ന്. പിന്നെ വീണ്ടും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഒരുമിച്ച് ഹിച്ചയ്ക്കാന്ന് പറഞ്ഞു മറ്റന്നാളെ. അങ്ങനെ ഹിച്ചയ്ക്കാതെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇന്ന് ഹിച്ചയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ മൂഡ് മാറി. ഞാനിപ്പോൾ ടാക്സി സ്റ്റേഷനിൽ പോയിട്ട് ടാക്സി പിടിച്ച് പോകാൻ വേണ്ടി പോവാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മലയാളി ചേട്ടന്മാരെയൊക്കെ വിട പറഞ്ഞു. ഞാൻ നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി പോകും. ആൾക്കാരെല്ലാം, ഈ ടാക്സിക്കാരെല്ലാവരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം കേട്ടോ, എങ്ങോട്ടാണോ പോകുന്നത്, എൻ്റെ കൂടെ വരുന്നോ. ഇതുപോലുള്ള ഷെയർ ടാക്സി വണ്ടികളൊക്കെയാണ് കേട്ടോ പല രാജ്യത്തോട്ട് പോകുന്നത്, പല സ്ഥലങ്ങളിലോട്ട് പോകുന്നത്. ഞാനിപ്പോൾ പോകുന്നത് സെറാലിയൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഫ്രീ ടൗണിലോട്ടാണ്. ഇങ്ങനെ കുറേ വണ്ടികളുണ്ട് കേട്ടോ, കുറേ കാറുകൾ ഓരോ സ്ഥലത്ത് പോകുന്നത്.
ഞാനങ്ങനെ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുവാണ്. അമ്മാര് വെറും ചൊറയാണ് കേട്ടോ. ചുമ്മാ ഇങ്ങനെ കിടന്നലച്ചുകൊണ്ട് ഒരു കാര്യം ചോദിച്ചാൽ പറഞ്ഞും തരൂല. ഒരു വണ്ടി ഇതുകൊണ്ട് ആ കാണുന്ന വണ്ടി ഫ്രീ ടോളിലോട്ട് പോവാണ്. അതിൽ ഞാൻ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് ഫുള്ളായി കേട്ടോ. അതുകൊണ്ട് ഇനി അടുത്ത വണ്ടിയിൽ എനിക്ക് കാത്തിരിക്കണം. ഈ കാണുന്നതാണ് കേട്ടോ. ഈ കാറിലാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഈ കാറിലാണ്. അവിടെ ആൾക്കാർ മറ്റേ കാറ് കെട്ടുവാണ്. ഇങ്ങനെ കുറേ വണ്ടികൾ കിടക്കുകയാണ് പല ഭാഗത്തോട്ട് പോകാനായിട്ട്. ആക്ച്വലി ഡയറക്റ്റ് ഫ്രീ ടൗൺ പോകുന്നതിനെ കാട്ടി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ബോർഡർ പോവുക. ഒരു ഷെയർ ടാക്സിയിൽ ബോർഡറിൽ നിന്ന് എമിഗ്രേഷൻ കഴിയുക. എന്നിട്ട് അവിടെ നിന്ന് ഫ്രീ ടൗണിലോട്ട് വേറൊരു ഇതുപോലത്തെ ഉള്ള ഷെയർ ടാക്സി എടുക്കും. അതാണ് ഏറ്റവും കൂടുതൽ ചീപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഇതും വീണ്ടും എടുത്തു. ഇതിന് 300 രൂപ എനിക്ക് കൂടുതൽ കൊടുക്കണം. എന്നാലും എനിക്ക് വയ്യ കേട്ടോ. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി. ഒറ്റയ്ക്ക് ഹിച്ചയ്ക്കാൻ എനിക്ക് വലിയൊരു മൂഡില്ല. എന്താണെന്തോ കുറച്ച് നാളായിട്ട് ചില സ്ഥലങ്ങളിൽ എനിക്ക് ഹിച്ചയ്ക്കാനുള്ള ഒരു മൂഡില്ല കേട്ടോ. എന്തോ ആഫ്രിക്ക ചില സമയങ്ങളിൽ തോന്നും എനിക്ക് മടുത്തു എന്ന് ചില സമയങ്ങളിലൊക്കെ തോന്നും കേട്ടോ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എന്തോ എനിക്കിപ്പോൾ കൂടുതലെന്ന് പറയുമ്പോൾ ആരുടെ കൂടെയെങ്കിലും യാത്ര ചെയ്യാനൊക്കെയാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. അതാണെന്തോ കാരണം എനിക്ക് തോന്നുന്നു അന്ന് കെനിയയിൽ റോബർ നടന്നതിൻ്റെ ചെറിയൊരു ട്രോമ എൻ്റെ ജീവിതത്തിൽ ആക്ച്വലി ആഫ്രിക്കൻ യാത്രകളിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ട്രോമയൊക്കെ സംഭവിച്ചാൽ പിന്നെ നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിലും കൂട്ടത്തിൻ്റെ ഇടയിലൊക്കെ നമുക്കത് മാനസികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ചെറുതായിട്ട് അഫക്റ്റ് ചെയ്തതെന്ന് എനിക്ക് പല സന്ദർഭങ്ങളിൽ മനസ്സിലായിട്ടുണ്ട്. അതുമൊക്കെ കൊണ്ടാണ് കേട്ടോ. ഇവിടെ ഓരോ ആൾക്കാർ ഓരോ സാധനങ്ങൾ വിൽക്കുന്ന കാഴ്ച, പിന്നെ അവിടെ ഓരോ ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു കാറ് ദാണ്ടെ പോയിട്ടുണ്ട്. ഇനിയും കുറേ നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ ഈ കാർ ഫുള്ളാവാൻ വേണ്ടി. അങ്ങനെ ഫൈനലി ഞാൻ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. ഫ്രണ്ടിൽ പുള്ളിക്കാരി ബുക്ക് ചെയ്ത് കേട്ടോ. ഒരു സ്ത്രീ പുള്ളിക്കാരി ബുക്ക് ചെയ്ത്. അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ടിലിരിക്കായിരുന്നു. ഇതിന് തന്നെ 1600 രൂപ അടുപ്പിച്ചാണ് കേട്ടോ. ഞാൻ ചില സമയത്ത് ആക്ച്വലി ആഫ്രിക്കയിലെ വീഡിയോസിലൊന്നും എനിക്ക് വ്യൂ ഇല്ല, പിന്നെ വീഡിയോ ഇടാനും പറ്റുന്നില്ല. വീഡിയോ അങ്ങനെ ഇൻട്രസ്റ്റും ഇല്ല, എടുക്കാനും അങ്ങനെ പറ്റുന്നില്ല. ചിലവുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ആഫ്രിക്കയിൽ ട്രാവൽ ചെയ്തപ്പോൾ. അത് കഴിഞ്ഞ പ്രാവശ്യം ഈസ്റ്റ് ആഫ്രിക്കയിൽ ട്രാവൽ ചെയ്തപ്പോഴും വരവിനെയും കാട്ടി ചിലവാണെന്ന് വേണമെങ്കിൽ പറയാം. വീട്ടുകാരും എല്ലാം അവിടെ പോയിട്ട് അതുകൊണ്ട് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ് കേട്ടോ ആ കാര്യത്തിൽ. അങ്ങനെ നമ്മുടെ മെയിൻ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ ഇനിയാണ് നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓരോ ചെക്ക് പോയിന്റുകളൊക്കെ ഇങ്ങനെ കടന്നു പോവാണ്. അതിൻ്റെ ഇടയിൽ കാശ് വാങ്ങിച്ചിട്ട് പോലീസിന് കൊടുക്കും. പിന്നെ 100 കണക്കിന് ചെക്ക് പോയിന്റുകൾ കേട്ടോ. കുറേ ചെക്ക് പോയിന്റുകൾ ഉറങ്ങിക്കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ ആകെ കിട്ടിയ ഒറ്റ സ്റ്റോപ്പാണ്. ഇവിടെ എല്ലാം നല്ല ടാറിട്ട റോഡുകളാണ്. നമ്മളിനി ബോർഡറിൽ നിന്ന് 10-30 കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു ചെറിയൊരു സ്ഥലത്താണ്. അപ്പോൾ മണി ചേഞ്ചിനൊക്കെ വേണ്ടി ആൾക്കാർ നടക്കുന്നു. ഇവിടെ വാട്സപ്പ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഈ കടയുടെ പേര് വാട്സപ്പ് റെസ്റ്റോറൻ്റ് ആണ്. വാട്സപ്പ് റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഓരോ ഇതൊക്കെ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. നമ്മൾ ബോർഡറിൻ്റെ അവസാനത്തെ ഒരു വില്ലേജാണ് പമ്പാൻ എന്ന് പറഞ്ഞ ഒരു വില്ലേജാണ്. ഈ കാണുന്ന ചേച്ചി ആക്ച്വലി പുള്ളിക്കാരിക്ക് പാസ്പോർട്ട് ഉണ്ട്. പക്ഷേ പുള്ളിക്കാരിക്ക് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരിവിടുന്ന് ഒരു ബൈക്ക് എടുത്തിട്ട് കാട് വഴി അപ്പുറത്ത് സെറലിയോണിൽ പോകാനുള്ള പ്ലാനാണ്. ഇന്നത്തെ നമ്മുടെ കാറിൽ ജോയിൻ ചെയ്യും. കാരണം ബോർഡറിലെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ധാരാളം കാശ് കൊടുക്കണം കേട്ടോ. അങ്ങനത്തെ വെറും പാസ്പോർട്ട് ഉണ്ടെങ്കിലും കാശ് കൊടുക്കണം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ആൾക്കാർ ബൈക്ക് ടാക്സി എടുത്തിട്ട് ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് ബോർഡർ അടക്കും. ഇവരെല്ലാവരും താട്ടെ ബൈക്കിൽ സാധനമൊക്കെ കെട്ടി കാട്ടിലൂടെ പോകാനുള്ള പ്ലാനാണ്. ഞാൻ മാത്രമായി കേട്ടോ കാറിൽ. ഞാൻ വേറൊരാൾ നമ്മുടെ ചേച്ചിയൊക്കെ പോവുകയാണ്. ഞാൻ മാത്രമാണ് കേട്ടോ ആകെ ഈ കാറിൽ പോകുന്നത്. ബാക്കി എല്ലാ ആൾക്കാരും ഇതുപോലെ ബൈക്കിൽ പോവുകയാണ് ഇല്ലീഗലായിട്ട്. ഞാൻ അങ്ങനെ എനിക്ക് പോകാൻ പറ്റില്ല കേട്ടോ. കാരണം എനിക്ക് എന്തായാലും സെറലിയോൺ ബോർഡറിൽ കയറി സ്റ്റാമ്പ് അടിക്കണം, വിസയ്ക്ക് പൈസ കൊടുക്കണം, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. സെറലിയോണിൽ നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് എടുക്കാം. $80 കൊടുക്കണം. അതുപോലെ തന്നെ കൊണാർക്കിയിൽ നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം, അവിടെ പോയിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല. ഓൺലൈനിൽ അപ്ലൈ ചെയ്താലുള്ള കുഴപ്പമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യില്ല,
ചിലപ്പോൾ അവരിങ്ങനെ 1 മാസത്തോളം നീട്ടിയിടും, ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല ഇവർക്ക് പൈസ കിട്ടാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉള്ള ഒരു മലയാളി ഹരിച്ചേട്ടൻ, പുള്ളിയാണ് കേട്ടോ എന്നെ സഹായിച്ചത്. പുള്ളിയുടെ സോളിസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ. അവർ എന്താ പറയുക ഇങ്ങനെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അപ്പോൾ പുള്ളിയാണ് ആക്ച്വലി എന്നെ ബിസിനസ് ചെയ്യാനല്ല, വിസ കിട്ടാൻ വേണ്ടി സഹായിച്ചത് കൊണാർക്കിയിലോട്ട് വരാനായിട്ട്. അപ്പം ഞാൻ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പം നിങ്ങൾ അല്ലെങ്കിൽ സോളിസ് ഗ്രൂപ്പ് എന്നൊക്കെ അടിച്ചാൽ നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട് കിട്ടും. അപ്പോൾ ഇനി എന്തായാലും ഫ്രീറ്ററിലോട്ട് പോട്ടെ. എനിക്കറിയില്ല കേട്ടോ ബോർഡർ എങ്ങനെയാണെന്ന്, ഇവിടെ അവന്മാർ കുരുക്കുണ്ടാക്കുന്നുണ്ടോ. കാറിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കി 5 പേരും ജീവനം കൊണ്ട് ബൈക്ക് കൊടുത്ത് അല്ലാതെ പോയി. ഈ പട്ടാളക്കാരന്മാരെയും പോലീസുകാരന്മാരെയൊക്കെ പേടിച്ച് നമ്മൾ എമിഗ്രേഷന് പോകുന്നതിന് മുമ്പേ തന്നെ പോലീസ് ചെക്ക് ചെയ്തു. എന്നിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് അവർക്ക് പൈസ വേണം. ഞാൻ പറഞ്ഞു ഇല്ല. എന്നിട്ട് വാക്സിനേഷൻ കാർഡ് വയ്ക്കുന്നത്, വാക്സിനേഷൻ ഇത് ക്ലിയർ അല്ല. അത് ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ മുസ്ലിമാണ്, ഞാൻ കള്ളം പറയൂല, അത് ഒറ്റ വാക്ക് പറഞ്ഞു. അപ്പം പുള്ളിക്കാരായിരുന്നു പാസ്പോർട്ട് മൊബൈൽ തന്നിട്ട് നീ പൊക്കോളാ പറഞ്ഞു. ഇടിച്ച് എനിക്ക് എങ്ങനെ വന്നതാ. അങ്ങനെ ഞാൻ അവസാനം നമ്മുടെ എമിഗ്രേഷൻ കഴിഞ്ഞു. താങ്ക് യു മൈ ഫ്രണ്ട്. വാട്ട് ഈസ് യുവർ നെയിം? അമറ. ഞാൻ നമ്മുടെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഗിനിയുടെ ബോർഡർ കഴിഞ്ഞു. അവരാദ്യം പൈസ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു പൈസ ഇല്ലാന്ന്. അപ്പം വണ്ടിയുടെ ഡ്രൈവർ വന്ന് പറഞ്ഞ് അവൻ്റെ അടുത്ത് ഒരു പൈസ ഇല്ല, നിങ്ങൾ വിട്ടാണെന്ന്. അങ്ങനെ ആ പുള്ളിക്കാരൻ വിട്ടു. പിന്നെ സെർലിയോ വന്നപ്പോൾ എനിക്ക് മുടിയുണ്ടല്ലോ, അപ്പോൾ ഒരു സ്ത്രീ ആയിരുന്നു. അപ്പോൾ അവൾ എന്നെ ആ പുള്ളിക്കാരി എന്നെ റൂമിൻ്റെ അകത്ത് കൊണ്ട് കയറ്റിയിട്ട്, ഓഫീസറാണ് കേട്ടോ, എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ത്യൻ ആണോ, നിന്റെ നല്ല മുടി കൊള്ളാം. ഞാൻ പറഞ്ഞു താങ്ക് യു, മുടി തുറണമെങ്കിൽ തൊട്ടോളാൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മുടിയിലൊക്കെ പിടിച്ച് അതുകൊണ്ട് എൻ്റെ അടുത്ത് പൈസയൊന്നും ചോദിച്ചില്ല. അപ്പം 1 മാസത്തെ വിസയ്ക്ക് $80 ട്രാൻസിറ്റ് ചെയ്ത് പോകുന്നതിന് 3 ദിവസമേ കിട്ടുള്ളൂ. അതിന് വരുന്നതെന്ന് പറയുമ്പോൾ $50. അപ്പം ഞാൻ അതിൻ്റെ എടുത്തു, കാരണം എനിക്ക് $80 കൊടുക്കാൻ ഇല്ല. മാത്രമല്ല $50 ആകുമ്പോൾ $50 ബാക്കി കിട്ടുകയും ചെയ്യും. അപ്പം ഞാൻ പുള്ളിക്കാരിയെ പയ്യെ സോപ്പിട്ട് 3 ദിവസത്തിൻ്റെ വിസ ഞാൻ പറഞ്ഞു ഒരു 4 ദിവസം എഴുതിയിട്ട്, അങ്ങനെ പുള്ളിക്കാരി സീലടിച്ചിട്ട് 3 എന്ന് പറഞ്ഞത് 4 ആക്കി. ഞാൻ 5 ചോദിച്ചു, അപ്പം 4 ആക്കി. സാധാരണ 3 കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ നമ്മൾ സോപ്പിട്ടാലൊക്കെ ചിലപ്പോൾ വീഴും. അപ്പം ഇങ്ങനെ മുടിയുള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ നല്ലതാണ്. യു ലൈക്ക് മൈ ഹെയർ? എല്ലാവർക്കും കണ്ടില്ലേ? താങ്ക് യു, സോ ബ്യൂട്ടിഫുൾ. ചില ആണുങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഇവരുടെ മനസ്സിൽ കയറി കൂടിയാൽ നമുക്ക് ചില സമയങ്ങളിൽ ഒഴിവാക്കാം. അങ്ങനെ നമ്മുടെ ബൈ ബൈ ഗിനിയ, വെൽക്കം ടു സെറാലിയോൺ. താങ്ക് യു. അങ്ങനെ $50 ബാക്കി കിട്ടി. ക്യാൻ യു ഗിവ് മീ ദാറ്റ്? അതിലെഴുത്തുണ്ട് കേട്ടോ, സൺഡേ ഇതിലെഴുത്തുണ്ട്, ഇതിലെഴുത്തില്ല. ലാസ്റ്റ് താങ്ക് യു. അങ്ങനെ കൈക്കൂലി കൊടുക്കേണ്ടി വന്നില്ല. എല്ലായിടത്തും ചെക്ക് പോയിന്റുകളും പൈസ വാങ്ങാനുള്ള ആൾക്കാരാണ്. എന്റെ അമ്മോ, ഇമാര് ഓരോ ചെക്ക് പോയിന്റ്. സെറാലിയോണിൽ കയറി. സെറാലിയോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആണ്, അതുകൊണ്ട് ഭാഷയിൽ വലിയ പ്രശ്നം വരില്ല. സെറാലിയോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ്. പിന്നെ ലൈബീരിയ ഇസ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഓർവ. ലൈബീരിയ ഇംഗ്ലീഷ് ആണ്. പിന്നെ ഐവറി കോസ്റ്റ് ഫ്രഞ്ച് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് കുഴപ്പമില്ല. ഇനി നമ്മുടെ വണ്ടിയിലുള്ള ആൾക്കാരെല്ലാം അപ്പുറത്തെ പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് കയറും. അപ്പൊ ഞാൻ എന്തായാലും $30 ലാഭിച്ചു. 4 ദിവസത്തെ വിസ കിട്ടി $50. അതേസമയം ഒരു 30 കൂടെ കൊടുത്താൽ 1 മാസം നിൽക്കാം. പക്ഷെ 1 മാസം ഒന്നും നിൽക്കുന്നില്ല. ഞാൻ 4 ദിവസത്തിന്റെ അകത്ത് നിന്നിട്ട് എങ്ങനെയെങ്കിലും ലൈബീരിയ പോകും. പുള്ളിക്കാരൻ കൊടുക്കാനുള്ള കൈക്കൂലിയും കൊണ്ട് പോയിരിക്കുവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ചില സമയത്ത് ഭയങ്കര ഞാൻ അഗ്രസീവ് ആവും കേട്ടോ. എനിക്ക് അഗ്രസീവ് എന്നല്ല, ഞാൻ അഗ്രസീവ് ആയാലും അത് മനസ്സിൽ വെച്ചിരിക്കും. എനിക്ക് ഭയങ്കര ദേഷ്യം വരും. ചിലപ്പോ ഒരു ഇടി കൊടുക്കാൻ തോന്നും. ഇമാരുടെ തലയ്ക്കൊണ്ടത് ഇമാര് പൈസ വാങ്ങിച്ച് ശീലമായിരിക്കുവാണ് കേട്ടോ. ഒരു വല്ലവന്മാരെ പൈസ ഇങ്ങനെ തിന്ന് അത് ശീലമായിരിക്കുകയാണ്. അതാണ് ഈ ആഫ്രിക്കയുടെ പ്രധാന പ്രശ്നം. ആഫ്രിക്കയിൽ മിക്ക രാജ്യങ്ങളും ഉണ്ട് കേട്ടോ. ആഫ്രിക്കയിലെ 54 രാജ്യങ്ങളിൽ ഒരു 50 രാജ്യങ്ങളിൽ ഇത് ഭയങ്കര കോമൺ ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സെറലിയോന്റെ ഫ്ലാഗ് ഈ കാണുന്നതാണ്. എന്നെ വന്ന് പോലീസ് കണ്ടു, പിടിച്ചോണ്ട് പോയി. എന്നിട്ട് പൈസ ചോദിക്കുന്നു കേട്ടോ. പൈസ ചോദിക്കുന്ന ഡ്രൈവറിനെയും വിളിച്ച് പൈസ തന്നില്ലെങ്കിൽ ആക്കൂലാന്ന്. എന്തൊക്കെ ഇതാണ് ഇവിടെ. എനിക്ക് എങ്ങനെ വരുന്നു, ഇത് എത്രാമത്തെ പ്രാവശ്യം എന്നെ പിടിച്ച് പൈസക്ക് വേണ്ടി കൊടയുന്നത്. അവിടെ എല്ലാം 10-20 മിനിറ്റ് വെറുതെ പോകും. പക്ഷെ ഒരു പൈസ കൊടുക്കാതെ ഞാൻ ഊരും, അത് വേറെ കാര്യം. അങ്ങനെ നമ്മുടെ പെട്രോൾ സ്റ്റേഷനിൽ വന്നു. അവര് കാട്ടിലൂടെ അവരിവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും അങ്ങനെ വന്ന് they take lot of money, that's why, but I didn't give, you know, they take every money. Money. Money.
How was your ride? What? Good. You came through the jungle, Yeah. forest. Forest. To the forest. അവര് ജംഗ്ലിൽ കൂടെ വന്നു. എനിക്ക് ജംഗ്ലിൽ കൂടെ വരാൻ പറ്റില്ലല്ലോ, കാരണം എനിക്ക് സ്റ്റാമ്പ് അടിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് പിടിച്ചാൽ പണി കിട്ടും. നമ്മുടെ സെറലിയോന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. നമ്മുടെ ഓട് പോലത്തെ ഷീറ്റ്. നമ്മളൊരു ചെറിയൊരു മാർക്കറ്റിൽ എന്താണ് കേട്ടോ. ഇവിടെ പല കടകളും ഇംഗ്ലീഷിലാണ് കേട്ടോ. കണ്ടോ, എമ്മ ജോസ് എന്റർപ്രൈസസ്, നമ്മുടെ ദങ്കാമ എന്റർപ്രൈസസ് എല്ലാം ഇംഗ്ലീഷിലാണ് കേട്ടോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ യാത്ര ഇനി കൂടുതൽ ഈസി ആയിരിക്കും. അവിടെ കണ്ടില്ലേ അവരുടെ ആ സ്ത്രീയുടെ ഡ്രസ്സ് കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ ആ പുള്ളിക്കാരിയെ കാണാനായിട്ട്. അടിപൊളി കേട്ടോ. നമ്മളെല്ലായിടത്തും ഇതുപോലെ പോലീസിന്റെയും പട്ടാളത്തിന്റെ ചെക്ക് പോയിന്റ്, അവിടെ സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ, പൈസ കൊടുക്കാൻ വേണ്ടി ഡ്രൈവർ, ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ വണ്ടിയിൽ ട്രാവൽ ചെയ്ത് എങ്ങോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പള്ളിയിൽ വന്ന് ഇറത്തിയതാണ് കേട്ടോ. അതാണ്ട് മുസ്ലിം മോസ്ക് എന്ന് പറഞ്ഞതാണ്ട് അള്ളാഹു വഹീദ് അതൊക്കെ ഇവിടെ നിന്നുണ്ട്. അവിടെ തയ്യൽ മെഷീൻ്റെ കടയാണ്. ഇവിടെ ഒരു മാവിൻ്റെ ചൂട്ടിൽ വന്ന് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ മാവൊന്നും മാവ് പൂത്ത് മാങ്ങയും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആലോചിക്കായിരുന്നു ഇവിടെ മാങ്ങ പൂത്തൊന്നും ഇട്ടും ഇല്ലല്ലോ. മാങ്ങ പൂത്ത് ഇതും വന്നിട്ടുണ്ട്. ഹോയോ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണെന്ന് തോന്നാട്ടോ സെൻട്രിൽ നമ്മൾ വെള്ളം കോരുവാണ്. ഹോയോ ഗുഡ്. അത് വെള്ളം കോരുവാണിതാ. കിണർ കാണാനില്ലല്ലോ. വെള്ളം എവിടെ എന്തോ കേട്ടോ, ഒന്നും കാണാനില്ല. 5,000. Why? You want 5,000? അവൻ 5,000 വേണമെന്ന് എൻ്റെ അടുത്ത് പറയാണ് കേട്ടോ. പൈസ വയ്ക്കുകയാണ്. എനിക്കിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മുടെ ചേച്ചി വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ. Yeah, soaking your foot, huh? Be careful. നമ്മുടെ നാടൊക്കെ പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പണ്ടത്തെ വില്ലേജ് പോലെയാണ് ഇവരുടെ ഇപ്പോഴത്തെ ഈ ഒരു സ്ഥലങ്ങളൊക്കെ. മാവ്, ഇവിടുത്തെ വാഷ്റൂം, ഇതന്നെ മാവ് മരം, മാവ്, പിന്നെ പലതരത്തിലുള്ള മരങ്ങൾ, പനകൾ കണ്ടില്ലേ, നല്ല രസമുണ്ട്. ഇവിടെ വാഷ്റൂം നല്ല രസമുണ്ട് കേട്ടോ. പണ്ടത്തെ നമ്മുടെ 1980 കേരളമൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. നല്ല മനോഹരം, നല്ല നാറ്റം. അങ്ങനെ അവരൊക്കെ ഇറങ്ങി പോവാണ്. അവരുടെ സ്ഥലത്തെത്തിയപ്പോ എൻ്റെ അമ്മോ എന്ത് തിരക്ക്, ഫുള്ള് തിരക്കാണ് കേട്ടോ ഇവിടെ മാർക്കറ്റ്. It's okay, I'll manage, don't worry. ഫുള്ള് തിരക്കുതാ, ഫുള്ള് തിരക്ക് ഇവിടെ മാർക്കറ്റും സംഭവങ്ങളും. ബൈ ബൈ. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഓട്ടോറിക്ഷ ഉണ്ട്, നമ്മുടെ TVSന്റെ ഓട്ടോറിക്ഷ. ആ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ ബസ്സുകൾ. ലോക്കൽ നമ്മുടെ ഓട്ടോറിക്ഷയാണ്. പിന്നെ ഇതുപോലുള്ള ബസ്സുകളൊക്കെയാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ട് വരുന്നത്. അവസാനം നമ്മുടെ സ്റ്റാൻഡിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ അവസാനത്തെ സ്റ്റേഷനാണ് ഞാനിപ്പോൾ വന്നത്. ഇവിടെ ഉള്ള ആളുകൾ ക്യാമറ ഫ്രണ്ട്ലി ആണോ എന്നൊന്നും എനിക്കറിയില്ല, എന്നാൽ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുവാണ്. നമുക്ക് നോക്കാം. കൊണാക്രിയിലുള്ള ആളുകൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ബിസാവു കുറച്ച് പ്രശ്നമാണ്. കൊണാക്രിയും ഞാൻ അധികം അങ്ങനെ ക്യാമറയൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഞാൻ 5-7 ദിവസം ഉണ്ടായിരുന്നു. 7 ദിവസം കൊണാക്രിയിൽ ഉണ്ടായിരുന്നിട്ട് ഞാൻ കൊണാക്രിയിൽ നിന്ന് 7 ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾ തുടക്ക ഭാഗത്തിൽ കുറച്ച് സമയം കണ്ടത്. പിന്നെ ഞാൻ ഇതാണ്ട് ഇപ്പം ഇവിടെ എത്തി, ഫ്രീടൗൺ എത്തി. അതായിരുന്നു എൻ്റെ 7 ദിവസമുള്ള കൊണാക്രി വീഡിയോ. ഇതാണ് നമ്മുടെ ഇവിടെ കുറേ വണ്ടികൾ കിടക്കുവാണ്. പിന്നെ ഞാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇപ്പം അധികം വീഡിയോസ് ഒന്നും എടുക്കാത്തത് എനിക്ക് എല്ലായിടവും ഒരുപോലെയൊക്കെയാണ് കേട്ടോ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. കൾച്ചറായാലും തിരക്കായാലും പിക്കായാലും, മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ ഫെറി ജംഗ്ഷൻ.
ആ കാണുന്ന ഭാഗത്തോട്ടാണ് നമ്മുടെ ഫെറി പോകുന്നത്. ഫെറി എടുത്താൽ നമുക്ക് എയർപോർട്ട് പോവാം. ഇവിടെയുള്ള ബസ്സുകളെല്ലാം നല്ല രസമുണ്ട്. കളർ അടിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ബസ്സാണ്. അപ്പം ഞാൻ ബസ്സിൽ കയറട്ടെ. നല്ല അടിപൊളി ബസ് കേട്ടോ. പത്തിരിയാണ് കേട്ടോ. നല്ല അടിപൊളി ബസ് കേട്ടോ. അത്യാവശ്യം വലിയ ബസ്സുകൾ. ആക്ച്വലി എനിക്കൊന്ന് ബസ്സിൻ്റെയും ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിലൊക്കെ എനിക്കൊന്ന് ഈ ഒരു രാജ്യം, ഈ ഒരു നഗരം അത്യാവശ്യം കൂടുതൽ അടിപൊളിയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ സെറലിയോണിലെ ഫ്രീ ടൗൺ. എൻ്റെ അമ്മോ, എന്ത് തിരക്കാ. ഒരു ചന്തയുടെ അകത്തൂടെയാണ് പോകുന്നത്. ഇവിടെ നമുക്ക് സോപ്പും ചീപ്പും കണ്ണാടയും ഭക്ഷണവും ഇത് വിചാരിക്കുന്ന പോലെ ആയിട്ടില്ല കേട്ടോ. ഇത് ഇങ്ങനെ പരന്ന് നിരന്ന് നീണ്ട് കിടക്കുവാണ് ഈ മാർക്കറ്റ്. എൻ്റെ അമ്മോ, ഇവിടെ വിൽക്കാനായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. ജ്യൂസ്, ആഹാര സാധനങ്ങള്, എന്തെല്ലാം കിട്ടും അതെല്ലാം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബസ് ഹോണടിച്ച് റോഡിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിച്ച് പോവാം. ഈ കാണുന്നതെല്ലാം നമ്മുടെ സിം കാർഡ് വിൽക്കുന്ന കാഴ്ചകളാണ്. ഇതുപോലെ താണ്ടെ പെട്ടിയിൽ എഴുതി നമ്മുടെ സിം കാർഡ് വിൽക്കുന്ന കാഴ്ചയാണ്. ഇത് ഇവിടുത്തെ ഒരു സെൻറ്ററൊക്കെയാണ് കേട്ടോ. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഫുള്ള് ഒരു ലോങ് മാർക്കറ്റാണ്, കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന. വീഡിയോ എടുക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്, അതെനിക്ക് മനസ്സിലായി. ആക്ച്വലി ഞാനൊന്ന് കുറച്ച് നടന്നു പോവാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ആശ്വാസം കേട്ടോ. ഒരു കണ്ടോ, എന്ത് മനോഹരം, എന്ത് ആശ്വാസം. ഞാനപ്പോൾ നമ്മുടെ ഫ്രീ ടൗണിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ചേർത്തണോ എന്ത് പറയുന്നു നിങ്ങൾ? അടിപൊളി ബിൽഡിങ്സ്. ഞാൻ നാളെ എന്തായാലും രാവിലെ ഇവിടെ ഒന്ന് കറങ്ങി കാണിച്ചു തരാം. അടിപൊളി ബ്രിട്ടീഷ് ബിൽഡിംഗ് 1898 കാലത്തിലാണ് ഞാനിപ്പോൾ അവിടെ കണ്ടത്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാഴ്ചകളും ബാക്കി നമ്മുടെ സെറലിയോണിൻ്റെ ഫ്രീ ടൗണിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. 2 രാജ്യങ്ങളിലുള്ള 8 ദിവസത്തെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ബൈ.